ഡൽഹിയിൽ 27 വർഷങ്ങൾക്ക് ശേഷം BJP തിരികെ അധികാരത്തിലെത്തിയിരിക്കുന്നു എന്ന സുപ്രധാനമായിട്ടുള്ള വാർത്തയാണ് ഇന്ന് രാജ്യം മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. 1993 ആദ്യമായി BJP ഡൽഹിയിൽ അധികാരത്തിൽ എത്തുന്നത്. മദൻലാൽ ഖുറാനയായിരുന്നു അന്ന് ഡൽഹിയുടെ മുഖ്യമന്ത്രിയായി അവരോധിതനായത്. എന്നാൽ BJPയിലെ പടലപ്പിണക്കങ്ങൾ കാരണം മുഖ്യമന്ത്രി പദം വീണ്ടും മാറേണ്ടിയിരുന്നു. ഒടുവിൽ സുഷമ സ്വരാജാണ് ഡൽഹിയിൽ BJPയുടെ അവസാന മുഖ്യമന്ത്രിയായി അവരോധിതയായത്. അതിനുശേഷം ഇപ്പോഴിതാ നരേന്ദ്രമോദി 2014 വന്ന ശേഷമുള്ള അദ്ദേഹത്തിന്റെ 3ാം ടേമിൽ ചരിത്രപരമായി വീണ്ടും ഡൽഹി ഇപ്പോൾ BJP പിടിച്ചിരിക്കുകയാണ്. ഡൽഹി BJP പിടിക്കുമ്പോൾ ആം ആദ്മി പാർട്ടിയുടെ ഗതി എന്താകും എന്നുള്ള ചോദ്യമാണ് പല ആൾക്കാരും ഉയർത്തുന്നത്. യഥാർത്ഥത്തിൽ ആം ആദ്മി പാർട്ടി ഇനി തിരിച്ചു വരില്ല. ആം ആദ്മി പാർട്ടിയുടെ ശ്വാസം തന്നെ നിലച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് എടുത്തു പറയേണ്ടത്, അല്ലെങ്കിൽ വിലയിരുത്തേണ്ടത്. ഇതിന് പല കാരണങ്ങളുണ്ട്. ആം ആദ്മി പാർട്ടി എന്ന് പറയുന്നത് ഒരു ആശയത്തിന്റെ മുകളിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയല്ല, മറിച്ച് ഒരു പറ്റം അഭ്യസ്ത വിദ്യരുടെ ഒരു കൂട്ടമാണ് ആം ആദ്മി പാർട്ടിയായി പരിണമിച്ചത് എന്നുള്ളത് കൊണ്ടാണ്. ഈ ആം ആദ്മി പാർട്ടിയിൽ ഒരാശയം പേറുന്ന ആൾക്കാരില്ല, ഒരു സിസ്റ്റമില്ല, ഒരു സിസ്റ്റമായിട്ടല്ല അത് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ്. ഒരു സംസ്ഥാനത്ത് ഒരു കൂട്ടം അഭ്യസ്ത വിദ്യർ ഉണ്ടെങ്കിൽ അവർ ഒരുമിച്ച് ചേർന്ന് ഞങ്ങളൊരു പാർട്ടിയാകുന്നു എന്ന് പറഞ്ഞാണ് ആം ആദ്മി പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടി രൂപീകരിച്ചത്. അരവിന്ദ് കെജ്രിവാൾ ആയിരുന്നു ആം ആദ്മി പാർട്ടിയുടെ തലവനായി അവരോധിതനായിരുന്നു രാജ്യം മുഴുവനും. അങ്ങനെ അരവിന്ദ് കെജ്രിവാൾ അവരോധിതനായപ്പോൾ കെജ്രിവാളിന്റെ ഏറ്റവും വലിയ സ്വപ്നം അല്ലെങ്കിൽ മുഖമുദ്ര എന്ന് പറയുന്നത്, ഞങ്ങളുടെ പാർട്ടിയുടെ ആപ്തവാക്യം എന്ന് പറയുന്നത് അഴിമതിയെ തുടച്ചു നീക്കുക എന്നാണ് കെജ്രിവാൾ പറഞ്ഞിരുന്നത്. ഇത് വിശ്വസിച്ച് കെജ്രിവാളിന് ജനം വോട്ട് ചെയ്തു. കെജ്രിവാൾ അഴിമതിയെ തുടച്ചു നീക്കാനായി സ്വയം പ്രഖ്യാപിത മിശിഹയായി രംഗത്തിറങ്ങി. എന്നാൽ ഡൽഹിയിലെ ജനങ്ങൾ കെജ്രിവാളിനെ കണ്ണടച്ചു വിശ്വസിക്കുമ്പോൾ കെജ്രിവാൾ വലിയ വലിയ അഴിമതികൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് കെജ്രിവാളിന്റെ തലയിൽ മദ്യനയ അഴിമതി എന്ന് പറഞ്ഞ ഒരു അഴിമതി വന്ന് വീഴുന്നത്. ഈ മദ്യനയ അഴിമതി ജനങ്ങൾ കൃത്യമായി മനസ്സിലാക്കി. കെജ്രിവാൾ അകത്തായി. മനീഷ് സിസോദിയായിരുന്നു അതിന്റെ മാസ്റ്റർ ബ്രെയിൻ. ഡൽഹി തിരഞ്ഞെടുപ്പ് ഇപ്പോൾ നടന്നപ്പോൾ, ഇന്ന് ഫലം വന്നപ്പോൾ കെജ്രിവാൾ ഇതേ തുടർന്ന് തോറ്റിരിക്കുന്നു എന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. മനീഷ് സിസോദിയ തോറ്റിരിക്കുന്നു. കൽക്കാജി മണ്ഡലത്തിൽ അതിഷി മാത്രമാണ് വിജയിച്ചിരിക്കുന്നത് എന്നും നമുക്ക് മനസ്സിലാകുന്നു. കൽക്കാജി മണ്ഡലത്തിൽ BJPയുടെ പടക്കുതിരയായിട്ടുള്ള ഗുജ്ജാർ സമുദായക്കാരനായിട്ടുള്ള ബദൂറിയെ പരാജയപ്പെടുത്തിയാണ് അതിഷി മുന്നേറിയിരിക്കുന്നത്. അതും വെറും 2000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് ജയിച്ചിരിക്കുന്നത്. ഇനി ആം ആദ്മി പാർട്ടി മടങ്ങി വരാൻ പോകുന്നില്ല. ആം ആദ്മി പാർട്ടി ഒരു നാഥനില്ല കളരിയായി മാറിയിരിക്കുന്നു. ആം ആദ്മി പാർട്ടി പഞ്ചാബിലും ഇതിനോടകം തന്നെ വലിയ രീതിയിലുള്ള കലഹം തുടങ്ങിക്കഴിഞ്ഞു എന്ന് നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നുണ്ട്. കെജ്രിവാൾ ഒരു ഏകാധിപതിയെ പോലെയാണ് ആം ആദ്മി പാർട്ടിയിൽ പ്രവർത്തിച്ചിരുന്നത്. കെജ്രിവാൾ എന്ന് ജയിലിനുള്ളിലേക്ക് പോയിരുന്നോ അതിനുശേഷം കെജ്രിവാളിന് വേണ്ടത് ഒരു കളിപ്പാവ. അങ്ങനെയാണ് അതിഷി അവിടെ മുഖ്യമന്ത്രിയാകുന്നത്. കെജ്രിവാളിന്റെ പാദം ഡൽഹിയിലെ, അതായത് പാദം എന്ന് പറഞ്ഞാൽ കെജ്രിവാളിന്റെ ചപ്പൽ ഡൽഹിയിലെ മുഖ്യമന്ത്രിയുടെ കസേരയിൽ വച്ച് ഞാൻ വേറൊരു സ്ഥലത്തിരുന്ന് ഡൽഹി ഭരിച്ചോളാം എന്നാണ് അതിഷി പറഞ്ഞത്. യഥാർത്ഥത്തിൽ കെജ്രിവാൾ ജയിലിൽ ഇരുന്ന് ഭരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. എന്നാൽ അതിഷി അങ്ങനെ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഡൽഹിയിൽ വലിയ പ്രളയം വന്നത്. വലിയ രീതിയിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ വെള്ളം കയറി വിദ്യാർത്ഥികളൊക്കെ മരിക്കുന്ന കാഴ്ച കണ്ടത്. അപ്പോഴൊക്കെ അതിഷി പകച്ചു നിൽക്കുന്ന കാഴ്ചയാണ് കാണാനായി സാധിച്ചത്. ഒരു കൗൺസിലറുടെ വൈദഗ്ധ്യം പോലും അതിഷിക്ക് ഇല്ലായിരുന്നു എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ കെജ്രിവാൾ ഇല്ലെങ്കിൽ ഈ പാർട്ടി ഒന്നുമല്ലാതായി പോകും എന്ന് ജനം മനസ്സിലാക്കിയ ആ ഒരു നിമിഷമായിരുന്നു അത്. എന്നാൽ തൊട്ടപ്പുറത്ത് നിൽക്കുന്നതാകട്ടെ BJP എന്ന് പറയുന്നത് പല ലെയറുകളുള്ള സിസ്റ്റമാറ്റിക് ആയിട്ട് പ്രവർത്തിക്കുന്ന, തൊട്ടുപിറകിൽ RSS എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ സാംസ്കാരിക സംഘടനയുടെ ബാക്കപ്പ് ഉള്ള ഒരു വലിയ ഒരു അജയ്യമായിട്ടുള്ള ഒരു പാർട്ടി. അതിന്റെ തലപ്പത്തിരിക്കുന്നത് നരേന്ദ്രമോദി എന്ന് പറയുന്ന ലോകാരാധ്യനായിട്ടുള്ള ഒരു നേതാവ്. ഡൽഹിയിൽ BJP അധികാരത്തിലെത്തുകയാണെങ്കിൽ കേന്ദ്രത്തിലും ഡൽഹിയിലും BJP ആണെങ്കിൽ അതിന്റെ ഗുണം ഡൽഹിക്ക് വളരെ വലുതായി ലഭിക്കും എന്ന് കൃത്യമായി മനസ്സിലാക്കിയ ജനം ഡൽഹിയിൽ BJPക്ക് വോട്ട് ചെയ്യുകയായിരുന്നു. ഇതിൽ അരവിന്ദ് കെജ്രിവാളിന്റെ തലക്കടിച്ച ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഈ മദ്യനയ അഴിമതി തന്നെയായിരുന്നു. മദ്യനയ അഴിമതിയുടെ മാസ്റ്റർ ബ്രെയിൻ എന്ന് പറയുന്നത് മനീഷ് സിസോദിയാണ്. അയാളും ഇപ്പോൾ ഡൽഹിയിൽ പരാജയപ്പെട്ടിരിക്കുന്നു. ഇനി കെജ്രിവാളിന് ജയിൽ മാത്രമാണ് ശരണം എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകരെല്ലാം പറയുന്നത്. ഇനി കെജ്രിവാൾ ജയിലിനകത്തേക്ക് പോയി കഴിഞ്ഞാൽ കെജ്രിവാൾ എന്ന് മടങ്ങി വരുമെന്ന് പറയാൻ സാധിക്കില്ല. കെജ്രിവാൾ പൂർണ്ണമായും ജയിൽ മോചിതനാകുന്നത് എന്നാന്ന് പറയാൻ സാധിക്കില്ല. ഇനി ഫണ്ടില്ല, ഇനി മുഖ്യമന്ത്രി സ്ഥാനമില്ല, ഒരു MLA സ്ഥാനം പോലും ഇല്ലാതെ ഒരു സാധാരണ മനുഷ്യനായാണ് കെജ്രിവാൾ ജയിലിലേക്ക് പോകാൻ പോകുന്നത്. നേരത്തെ കോടതി
കോടതി ജാമ്യം കൊടുത്തതുപോലും കെജ്രിവാളിന് ഒരു മുഖ്യമന്ത്രിയാണല്ലോ എന്ന പരിഗണന ഉള്ളത് കൊണ്ടാണ്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ കെജ്രിവാൾ ജയിലിലായാൽ ആം ആദ്മി പാർട്ടി രാജ്യം മുഴുവൻ ഇല്ലെങ്കിലും ഉള്ളിടത്തെല്ലാം ശിഥിലമായി പോകും എന്നുള്ളത് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ മദ്യനയ അഴിമതിയിൽ അന്വേഷണം നടക്കുന്നിടത്തോളം കാലം ഇപ്പോൾ ആം ആദ്മി പാർട്ടി ഇപ്പോൾ പിടിച്ച MLA സീറ്റുകളിലെ ആ MLA-മാരെ ചോദ്യം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ ആം ആദ്മി പാർട്ടി മദ്യനയ അഴിമതിയിൽ 100-150 കോടി രൂപ പാർട്ടി ഫണ്ടായിട്ട് ലഭിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ അത് ഈ MLA-മാർക്കും കിട്ടിയിട്ടുണ്ടോ എന്നുള്ള ചോദ്യം അവർക്ക് നേരെ വരും. സ്വാഭാവികമായിട്ടും MLA-മാർ ആരും പറയാതെ തന്നെ BJP-യിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഡൽഹിയിൽ പ്രതിപക്ഷം പോലും ഇല്ലാത്തൊരു സാഹചര്യം ഉണ്ടാകും എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. എന്തായാലും ഈ സമയത്ത് നമ്മൾ ഓർക്കേണ്ട ഒരു വ്യക്തി എന്ന് പറയുന്നത് മൂന്നാം മോദി സർക്കാരിന്റെ ബഡ്ജറ്റ് അവതരിപ്പിച്ച നിർമ്മല സീതാരാമനെയാണ്. നിർമ്മല സീതാരാമന്റെ ബഡ്ജറ്റ് അത് AAP-യുടെ പെട്ടിയിലെ അവസാനത്തെ ആണിയായിരുന്നു എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. മധ്യവർഗത്തെ കൂടെ നിർത്തുന്ന ജനപ്രിയ ബഡ്ജറ്റ് എന്ന രീതിയിൽ വലിയ പ്രചാരണം ഡൽഹിയിൽ ഈ ബഡ്ജറ്റിലൂടെ BJP നടത്തി. മദ്യനയ അഴിമതി മുതൽ യമുനയിലെ വിഷജല പരാമർശം വരെ BJP ആയുധമാക്കി. അഴിമതിക്കെതിരെ ശക്തമായ നിലപാടെടുത്തത് നരേന്ദ്രമോദി മാത്രമാണ് എന്ന് BJP പറഞ്ഞു. കാരണം മോദിക്കെതിരെ ഇതുവരെ ഒരു അഴിമതി ആരോപണവും ഇല്ല. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കോടതി വരെ കൊണ്ടുചെല്ലാൻ പല ആൾക്കാരും ശ്രമിച്ചു, ആളിക്കത്തിക്കാൻ ശ്രമിച്ചുവെങ്കിലും തെളിവുകളും ഒന്നും കിട്ടാത്ത സാഹചര്യത്തിൽ കോടതി തന്നെ നരേന്ദ്രമോദിയെ കൈകൾ ശുദ്ധമാണെന്ന് പറയുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഇപ്പോൾ ഡൽഹി BJP പിടിച്ചിരിക്കുന്നത്. ഡൽഹിയിൽ ഇനി AAP-ക്ക് ഒരു മടങ്ങിവരവ് ഇല്ല. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.